എല്ലാ കാലവും ഇന്ത്യയിലെ ഫുട്ബോൾ പ്രേമികളും കായിക പ്രേമികളും കാത്തിരിക്കുന്ന ഒന്നാണ് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ. എന്നാൽ ഇത്തവണ ജൂൺ 11 ലോകകപ്പ് ആരംഭിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യയിൽ ഏത് ചാനലിലാണ് നമുക്ക് കളി കാണാൻ സാധിക്കുക എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. അതിനിടെ ലോകകപ്പിന്റെ സംപ്രേഷണാവകാശം സ്വന്തമാക്കുന്നത് തങ്ങളുടെ ഉത്തരവാദിത്വം അല്ലെന്ന് ഔദ്യോഗിക പൊതു സംപ്രേഷകരായ പ്രസാർ ഭാരതി ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചതോടെ ഫുട്ബോൾ ആരാധകരുടെ ആശങ്ക ഇരട്ടിയായി മാറി. ഇന്ത്യയിൽ ഫിഫ ലോകകപ്പിന്റെ സംപ്രേഷണാവകാശം നേടിയെടുക്കേണ്ടത് ഞങ്ങളുടെ ചുമതല അല്ലെന്നാണ് പ്രസാർ ഭാരതി കോടതിയിൽ പറഞ്ഞത്. ഇതോടെ ടൂർണമെന്റ് തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കളി എങ്ങനെ കാണുമെന്നറിയാതെ നിരാശയിലാണ് രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ഫുട്ബോൾ പ്രേമികൾ. ഇപ്പോൾ നടക്കുന്ന IPL ശേഷം ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് പരമ്പര നടക്കുന്നുണ്ടെങ്കിലും ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആവേശത്തിനൊപ്പം സഞ്ചരിക്കാനാണ് ഇന്ത്യൻ ആരാധകരും തയ്യാറെടുക്കുന്നത്. ക്രിക്കറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഫുട്ബോളിന് അത്രയധികം ജനപ്രീതി ഇല്ലെന്നത് യാഥാർത്ഥ്യമാണ്. നിലവിൽ പുരുഷ ഫുട്ബോളിൽ 136 സ്ഥാനത്തും വനിതാ ഫുട്ബോളിൽ 69 സ്ഥാനത്തുമാണ് ഇന്ത്യ. ഇതുവരെ ഒരു ലോകകപ്പിന് പോലും യോഗ്യത നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുമില്ല. എന്നാലും ലോകകപ്പ് കാലമായാൽ 1.5 മാസത്തോളം രാജ്യം മുഴുവൻ ഫുട്ബോൾ ലഹരിയിലായിരിക്കും. ഇത്തവണത്തെ ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി കാനഡ, മെക്സിക്കോ, അമേരിക്ക എന്നിങ്ങനെ 3 രാജ്യങ്ങളിലെ 16 നഗരങ്ങളിലായാണ് നടക്കുന്നത്. കൂടാതെ 32 ടീമുകൾക്ക് പകരം ഇത്തവണ 48 ടീമുകളാണ് മത്സരിക്കുന്നത്. ജൂലൈ 20 വരെ നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ ആകെ 104 മത്സരങ്ങളാണ് ഉണ്ടാകുന്നത്. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ ആരാധകർ ലോകകപ്പ് മത്സരങ്ങൾ ടെലിവിഷനിലൂടെ ആസ്വദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇന്ത്യയിൽ ഒരു ബ്രോഡ്കാസ്റ്ററെ കണ്ടെത്താൻ ഫിഫയ്ക്ക് ഇതുവരെ സാധിക്കാത്തത് ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. 2022 ഖത്തർ ലോകകപ്പ് സമയത്ത് വിവിധ പ്ലാറ്റ്ഫോമുകളിലായി ഇന്ത്യയിൽ നിന്ന് മാത്രം 74.5 കോടി പ്രേക്ഷകരാണ് കളി കണ്ടത്. പ്രേക്ഷകരുടെ എണ്ണത്തിൽ ചൈനയ്ക്ക് തൊട്ടുപിന്നിൽ 2ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. ടെലിവിഷൻ കാഴ്ചക്കാരുടെ എണ്ണത്തിൽ എപ്പോഴും ലോകത്ത് ആദ്യ 10 സ്ഥാനങ്ങളിൽ ഇന്ത്യ ഉണ്ടായിരിക്കും. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിലെ സമയ വ്യത്യാസം കാരണം ഇന്ത്യയിൽ മത്സരങ്ങൾ അർദ്ധരാത്രിയിലായിരിക്കും സംപ്രേഷണം ചെയ്യുക. ഇന്ത്യയിൽ സംപ്രേഷണാവകാശം വിറ്റഴിക്കാൻ വൈകുന്നതിന്റെ പ്രധാന കാരണം ഈ സമയക്രമമാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ആകെ നടക്കുന്ന 104 മത്സരങ്ങളിൽ 14 എണ്ണം മാത്രമാണ് ഇന്ത്യൻ സമയം അർദ്ധരാത്രിക്ക് മുൻപായി ആരംഭിക്കുന്നത്. ശേഷിക്കുന്ന 72 ലീഗ് മത്സരങ്ങളും 32 നോക്കൌട്ട് മത്സരങ്ങളും അർദ്ധരാത്രിക്ക് ശേഷമായിരിക്കും ആരംഭിക്കുക. 2026, 2030 ലോകകപ്പുകളുടെ സംപ്രേഷണത്തിനായി ഫിഫ ഏകദേശം $100 മില്യൺ ആവശ്യപ്പെട്ടിരുന്നത്. പിന്നീട് അവരത് $35 മില്യൺ കുറച്ചു. ജിയോ സ്റ്റാർ സമർപ്പിച്ച $20 മില്യൺ ലേലത്തുക ഫിഫ നിരസിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. യൂറോപ്യൻ ടീമുകൾക്ക് ഇന്ത്യയിൽ ആരാധകർ ഒട്ടേറെയുണ്ട്. മത്സരിക്കുന്ന ടീമുകളെ കണക്കിലെടുത്ത് കളി കാണുന്ന സ്വഭാവമാണ് ഇന്ത്യക്കാർക്ക് പൊതുവേ ഉള്ളത്. പക്ഷേ കായിക ലോകം ലോകകപ്പ് ഫുട്ബോൾ ആവേശം ഏറ്റുവാങ്ങുമ്പോൾ ഇന്ത്യക്കാർക്ക് കളി കാണാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്നാണ് ഇപ്പോഴത്തെ ആശങ്ക.